ഹായ് ഫ്രണ്ട്സ്, നിയമാവർത്തനം 16-ാം അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഉള്ളത്. 1 പെസഹ തിരുനാൾ, 2 ആഴ്ചകളുടെ തിരുനാൾ, 3 കൂടാര തിരുനാൾ, 4 നീതിപാലനം. ആദ്യം പെസഹ തിരുനാൾ. അബീബ് മാസം നീ ആചരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത്, അബീബ് മാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവെ ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്നും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിക്കണമെന്നും പറയുന്നു. 2 ആഴ്ചകളുടെ തിരുനാൾ. കൊയ്ത്ത് തുടങ്ങി 7 ആഴ്ചകൾക്ക് ശേഷമാണ് ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. അന്ന് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കനുസരിച്ച് സ്വാഭിഷ്ട കാഴ്ചകൾ സമർപ്പിച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ സന്നിധിയിൽ സന്തോഷിക്കട്ടെ എന്നാണ് പറയുന്നത്. 3 കൂടാര തിരുനാൾ. ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ 7 ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആഘോഷിക്കുക. അതായത് ആണ്ടിൽ 3 പ്രാവശ്യം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവത്തിന് കാഴ്ചയർപ്പിച്ച് നീയും നിന്റെ കുടുംബവും ലേവ്യരും അനാഥരും വിധവയും സന്തോഷിക്കട്ടെ എന്നുള്ളതാണ്. വർഷത്തിൽ ഈ 3 തിരുനാൾ, അതായത് പുളിപ്പില്ലാത്ത പെസഹ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, കൂടാര തിരുനാൾ എന്നിവ ദൈവത്തിന് അർപ്പിക്കണം എന്ന് പറയുന്നു. അവസാനമായി നീതിപാലനം. നിന്റെ പട്ടണങ്ങളിലും ഗോത്രങ്ങളിലും ചുമതലപ്പെട്ടിട്ടുള്ള ന്യായാധിപന്മാരും സ്ഥാനികളും നിഷ്പക്ഷമായി നീതി നടത്തട്ടെ എന്ന് ഇവിടെ പറയുന്നു. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. പെസഹ തിരുനാൾ. ഇന്ന് നമുക്ക് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അബീബ് മാസം ആചരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക. അബീബ് മാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവെ രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് നയിച്ചത്. നിന്റെ ദൈവമായ കർത്താവെ തന്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ ആടുമാടുകളിൽ നിന്നും അവിടുത്തേക്ക് പെസഹ ബലി അർപ്പിക്കണം. അവയോടുകൂടെ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കുകയുമരുത്. 7 ദിവസം യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. നീ ഈജിപ്തിൽ നിന്നും പുറത്തു കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിനു വേണ്ടിയാണിത്. തിടുക്കത്തിലാണല്ലോ ഈജിപ്തിൽ നിന്നും നീ പുറപ്പെട്ടത്. 7 ദിവസത്തേക്ക് നിന്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത്. പ്രഥമ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസത്തിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കുകയുമരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും വെച്ച് പെസഹ അർപ്പിച്ചാൽ പോരാ. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത്, അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട സമയത്തെ പെസഹ ബലി അർപ്പിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം. 6 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ആഘോഷപൂർവ്വം ഒരുമിച്ച് കൂടണം. അന്ന് ജോലിയൊന്നും ചെയ്യരുത്. അടുത്തത് ആഴ്ചകളുടെ തിരുനാൾ. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 7 ആഴ്ചകൾ എണ്ണുക. കൊയ്ത്തു തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത്. അനന്തരം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്തവിധം സ്വാഭിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുക. നിന്റെ ദൈവമായ കർത്താവെ തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തു വെച്ചും നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ മുൻപിൽ സന്തോഷിക്കണം. ഈജിപ്തിൽ നീ അടിമയായിരുന്നു എന്ന് ഓർമ്മിക്കുക. ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം. അടുത്തത് കൂടാര തിരുനാൾ. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ 7 ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം. ഈ തിരുനാളിൽ നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തേക്ക് 7 ദിവസം തിരുനാൾ ആഘോഷിക്കണം. നിന്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിന്റെ ദൈവമായ കർത്താവെ അനുഗ്രഹിക്കും.
നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും. ആണ്ടിൽ 3 പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം. അവർ കർത്താവിന്റെ മുൻപിൽ വെറും കൈയോടെ വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവിനനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം. അടുത്തത് നീതി പാലനം. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം. അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തി കൊടുക്കട്ടെ. നിന്റെ വിധികൾ നീതി വിരുദ്ധമായിരിക്കരുത്. നീ പക്ഷാപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക. നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ അശേര ദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1. ഏത് മാസത്തിലാണ് ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് രാത്രിയിൽ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് നയിച്ചത്? ചോദ്യം ഇതാണ്. ഏത് മാസത്തിലാണ് ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് രാത്രിയിൽ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് നയിച്ചത്? ഉത്തരം അബീബ് മാസം. അബീബ് മാസം. ചോദ്യം 2. തന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് പെസഹാബലി അർപ്പിക്കുമ്പോൾ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ഇതാണ്. തന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്നും പെസഹാബലി അർപ്പിക്കുമ്പോൾ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം, നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറത്ത് കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറത്ത് കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ചോദ്യം 3. നിങ്ങൾ എവിടെ വെച്ച് പെസഹാബലി അർപ്പിക്കണം എന്നാണ് പറയുന്നത്? നിങ്ങൾ എവിടെ വെച്ച് പെസഹാബലി അർപ്പിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം, തന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത്, അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട സമയത്ത് പെസഹാബലി അർപ്പിക്കണം. ഉത്തരം ഇതാണ്. തന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത്, അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട സമയത്ത് പെസഹാബലി അർപ്പിക്കണം. ചോദ്യം 4. 6 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചതിന് ശേഷം 7-ാം ദിവസം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? 6 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചതിന് ശേഷം 7-ാം ദിവസം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഉത്തരം, നിന്റെ ദൈവമായ കർത്താവിനു വേണ്ടി ആഘോഷപൂർവ്വം ഒരുമിച്ച് കൂടണം. അന്ന് ജോലി ഒന്നും ചെയ്യരുത്. അതിന്റെ ഉത്തരം ഇതാണ്. നിന്റെ ദൈവമായ കർത്താവിനു വേണ്ടി ആഘോഷപൂർവ്വം ഒരുമിച്ച് കൂടണം. അന്ന് ജോലി ഒന്നും ചെയ്യരുത്. ചോദ്യം 5. ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം സ്വാഭിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടണം. അപ്പോൾ ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം സ്വാഭിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടണം. ചോദ്യം 6. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തു വെച്ച് കർത്താവിന്റെ മുൻപിൽ ആരൊക്കെ സന്തോഷിക്കണമെന്നാണ് പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തു വെച്ച് കർത്താവിന്റെ മുൻപിൽ ആരൊക്കെ സന്തോഷിക്കണം? ഉത്തരവിതാണ്. നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും. അപ്പോൾ ഇത്രയും പേരാണ് സന്തോഷിക്കണം എന്ന് പറയുന്നത്. ഉത്തരവിതാണ്. നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും. ചോദ്യം 7. എപ്പോഴാണ് കൂടാര തിരുനാൾ ആചരിക്കേണ്ടത്? എപ്പോഴാണ് കൂടാര തിരുനാൾ ആചരിക്കേണ്ടത്? ഉത്തരം, ധാന്യവും
വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ 7 ദിവസം കൂടാരത്തിരുന്നാൾ ആചരിക്കണം. അതിൻ്റെ ഉത്തരം ഇതാണ്. ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ 7 ദിവസം കൂടാരത്തിരുന്നാൾ ആചരിക്കണം. ചോദ്യം 8. ആണ്ടിൽ 3 പ്രാവശ്യം ഏതൊക്കെ തിരുനാളുകളിലാണ് ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കേണ്ടത്? ആണ്ടിൽ 3 പ്രാവശ്യം ഏതൊക്കെ തിരുനാളുകളിലാണ് ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കേണ്ടത്? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, 2 ആഴ്ചകളുടെ തിരുനാൾ, 3 കൂടാര തിരുനാൾ. അപ്പോൾ ഈ 3 തിരുനാളുകളിലും ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം. 3 തിരുനാൾ: 1 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, 2 ആഴ്ചകളുടെ തിരുനാൾ, 3 കൂടാര തിരുനാൾ. ചോദ്യം 9. നീതിപാലനത്തിന് ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കേണ്ടത് എവിടെയാണ്? നീതിപാലനത്തിന് ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കേണ്ടത് എവിടെയാണ്? ഉത്തരം ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും. ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും നീതിപാലനത്തിന് ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം. ചോദ്യം 10. നിന്റെ വിധികളിൽ നീ പക്ഷാഭേദം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. കാരണം? നിന്റെ വിധികളിൽ നീ പക്ഷാഭേദം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. അതിൻ്റെ ഉത്തരം ഇതാണ്. കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കൈക്കൂലി വാങ്ങരുത് എന്ന് പറഞ്ഞത് കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ചോദ്യം 11. നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ ഏത് ദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത് എന്ന് പറയുന്നു? നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ ഏത് ദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത് എന്ന് പറയുന്നു? അതിൻ്റെ ഉത്തരം അശേര ദേവതയുടെ. അശേര ദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നീ കർത്താവിനുണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ നട്ട് പിടിപ്പിക്കരുത്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.